ഇനി സഹോദരന്മാരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹം പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ എന്തു ചെയ്യുന്നു? ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മരണത്തിന്റെ സമയത്ത് നൽകിയിട്ടുള്ള വസിയത്ത് പോലും കാറ്റിൽ പറത്തുകയാണ്. അവിടുന്ന് മരണത്തിന്റെ വേളയിലും പറഞ്ഞതെന്താണ്? അവിടുന്ന് പറഞ്ഞു, പുണ്യാത്മാക്കളുടെ ഖബറുകൾ കെട്ടിപ്പടുക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് അവിടുന്ന് വിരോധിച്ചിട്ടുണ്ട്. ഖബറുകൾ കെട്ടി ഉയർത്തുന്ന സമ്പ്രദായത്തെ അവിടുന്ന് വിരോധിച്ചതാണ്. അവിടെ വിളക്ക് കത്തിക്കുന്ന സമ്പ്രദായത്തെ വിരോധിച്ചതാണ്. അതിന്മേൽ എടുപ്പുണ്ടാക്കുന്ന സമ്പ്രദായം വിരോധിക്കപ്പെട്ടതാണ്. എന്നാൽ ഇന്നോ നബി സ്നേഹം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളതാ ധാരാളം സ്ഥലങ്ങളിൽ ദർഗകൾ ഉയർത്തുന്നു, ഖബറുകൾ കെട്ടിപ്പടുക്കുന്നു, അവിടെ പെയിന്റ് അടിക്കുന്നു, അതിന്മേൽ പച്ചയും വെള്ളയും പല കളറുകളിലുള്ള വസ്ത്രങ്ങൾ കൊണ്ട് ബറക്കത്തുദ്ദേശിച്ചു മൂടുന്നു, അതിന്മേൽ തൊടുന്നു, അത് ചുംബിക്കുന്നു, അവിടെ വിളക്ക് കൊളുത്തുന്നു, അതിന്റെ ചുറ്റും ആദരവോടുകൂടി ദിക്റുകൾ ചൊല്ലി നടക്കുന്നു, തവാഫ് ചെയ്യുന്നു, അവിടെയുള്ള പെട്ടികളിൽ കാണിക്കയും നേർച്ചയും അർപ്പിക്കുന്നു, അവിടെ ഒഴിച്ചു വെക്കപ്പെട്ടിട്ടുള്ള എണ്ണ എടുത്തുകൊണ്ട് കുടിക്കുന്നു, തടവുന്നു, ആ ഖബറിന്റെ മുകളിൽ വെച്ചിട്ടുള്ള കൊടിയെടുത്തുകൊണ്ട് ശരീരത്തിൽ തടവുന്നു, ചുംബിക്കുന്നു, ഖബറിന്മേൽ സുജൂദിന്റെ കോലത്തിൽ കിടക്കുന്നു. ആരുടെ സംസ്കാരമാ സഹോദര? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? മരിക്കാൻ അടുത്ത നേരത്ത് പോലും റസൂലുള്ളാഹിയുടെ വസിയത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കക്ഷികൾക്കെതിരെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്. യഹൂദി നസാറാക്കൾക്ക് ഈ സമ്പ്രദായമുണ്ട്. പുണ്യാളന്മാരുടെ ശവകുടീരങ്ങളെ പൊക്കുകയും അവിടെ ആരാധനാലയങ്ങൾ പണിതുകൊണ്ട് പൂജകളും ആരാധനകളും അർപ്പിക്കുന്ന സമ്പ്രദായമുണ്ട്. എന്റെ സമുദായം അത് ചെയ്യരുത്. അലാവ ഇന്നി അൻഹാകും അൻ ദാലിക, ഞാനത് നിങ്ങളോട് വിരോധിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ആ വസിയത്തിനെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ആ സംസ്കാരമാണ് സമൂഹം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഉറൂസുകൾ നടത്തുന്നത്. ഉറൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് പോലും?